ഗൈസ്, പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് കാലമല്ല നമ്മളൊരു വീഡിയോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇന്നത്തെ നമ്മളെ യാത്ര എന്ന് പറഞ്ഞാൽ തമിഴ്നാട് സ്റ്റേറ്റിലുള്ള യെല്ലമലയ്ക്കാണ്. അപ്പോൾ യെല്ലമല എന്ന സ്ഥലം ഏകദേശം ഗൂഡല്ലൂരിൽ നിന്ന് 24 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് യെല്ലമലയ്ക്ക്. അപ്പോൾ ഈ ഒരു റൂട്ടിൻ്റെ പ്രത്യേകതയും ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അതേപോലെ നമ്മൾ അവൻ്റെ വീട്ടിലേക്കാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ കുറച്ച് അനുഭവങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഈ റൂട്ടിന് ബസ് സർവീസൊക്കെ ഉണ്ട്, പക്ഷേ വാഹനങ്ങൾ പൊതുവെ വളരെ കുറവാണ്. ഇപ്പോൾ ഏകദേശം 11 മണിയായിട്ടുണ്ട് രാവിലെ. പിന്നെ ഈ റൂട്ടിൽ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒറ്റപ്പെട്ട ഒരുപാട് ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, വീട് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു റൂട്ടിന് പോരുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങൾ പറഞ്ഞാൽ, ഒന്നാമത് നമ്മൾ ഇവിടെ എത്തുമ്പോൾ, അതായത് ഗൂഡല്ലൂരിൽ നിന്ന് യെല്ലമല റൂട്ടിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ പറഞ്ഞാൽ വാഹനം കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യും. പിന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, അതേപോലെ വാഹനത്തിൻ്റെ നമ്പർ, കാര്യങ്ങൾ എല്ലാം അവരവിടെ എഴുതി വെക്കും കാര്യങ്ങളൊക്കെ. അതായത് നമ്മളിവിടെ എൻട്രി ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് ചോദിക്കും, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്തോ സംഭവം, എന്ത് പർപ്പസാണെന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ ഇവിടെ വരുമ്പോൾ എന്താ വെച്ചാൽ വാഹനം അത്യാവശ്യം നമ്മൾ നല്ല കണ്ടീഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ പിന്നെ ഗൂഡല്ലൂരിൽ നിന്ന് യെല്ലമല റൂട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ മൊബൈൽ റേഞ്ച്, അതായത് സിഗ്നൽ കിട്ടില്ല. അത് വലിയൊരു സംഭവം തന്നെ. കാരണം നമുക്ക് സിഗ്നലും കിട്ടില്ല, അധികം ഈ റൂട്ടിൽ വാഹനങ്ങളും ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും ആരെങ്കിലും അല്ലെ ഏതെങ്കിലും വാഹനങ്ങൾ ഇതിൽ പാസ് ചെയ്യുന്ന ഇത് മാത്രമേ ഉള്ളൂ. പൊതുവേ വാഹനങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മളോട് ഇപ്പോൾ ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ ബസ്സൊക്കെ വരും ഇടയ്ക്ക്, അപ്പോൾ ശ്രദ്ധിച്ച് യാത്ര ചെയ്യണം, ചെറിയ റോഡാണെന്ന് പറഞ്ഞ പോലെ ശരിയാണ്. കാരണം വാഹനങ്ങൾ പൊതുവേ കുറവെന്നുള്ളൊരു ധാരണ കൊണ്ട് ഇവിടെ ഉള്ള വാഹനങ്ങളൊക്കെ പലരും നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. നമുക്കൊന്നും അധികം സ്പീഡിൽ പോകാൻ പറ്റില്ല. ഈ റൂട്ട് അങ്ങനെയാണ്. പിന്നെ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ നമ്മൾ ഒരുപാട് തേയിലത്തോട്ടമുള്ള ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള സ്ഥലത്തു നിന്ന് അപേക്ഷിച്ച് ഏറ്റവും അടിപൊളി എനിക്ക് തോന്നിയൊരു സംഭവമാണ്. കാരണം തേയില എന്നുള്ളത് നല്ല ലൈവായിട്ട് തന്നെ ഇരുന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ടൈം ഒരുപാട് ലേറ്റാണ്, നമ്മൾ ഇവിടെ നിന്ന് നിർത്തുന്നില്ല, നേരെ അവൻ്റെ വീട്ടിലേക്ക് തന്നെ യാത്ര ചെയ്യാണ്. അപ്പോൾ ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഗൂഡല്ലൂരിൽ നിന്ന് ഇപ്പോൾ ബന്ദിപ്പൂർ റൂട്ടിന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ മസനഗുഡി വഴി ഊട്ടി പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇനി വയനാട് പോകുന്നുണ്ട്. അങ്ങനെ പല റൂട്ടിലും നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ യെല്ലമല പറഞ്ഞ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ മസനഗുഡി വഴി ഊട്ടിക്ക് പോകുന്ന ആ റൂട്ടിൻ്റെ പോലെ തന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണിത്. ഒരുപാട് ഇതേപോലെ ചെറിയ ചെറിയ പാലങ്ങൾ, ചെറിയ ടൗണ് അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയ ചൂണ്ടി, വലിയ ചൂണ്ടി, അങ്ങനെ എന്തൊക്കെയോ ഒരു പേരൊക്കെയാണ് ഇവിടെ സ്ഥലത്തിനൊക്കെ ഉള്ളത്. ഇങ്ങനെ ഒറ്റപ്പെട്ട ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഓരോ കടകൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ. പൊതുവേ വീട് കുറവാണ്, വാഹനങ്ങളും കുറവാണ്. അപ്പോൾ ഈ റൂട്ടിന് വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഓരോ പിന്നെ ഇവിടെ ഉള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ പേര് പറഞ്ഞാൽ മലയാളീസുണ്ട്, തമിഴൻസുണ്ട്, അതേപോലെ കന്നഡ സംസാരിക്കുന്ന കർണാടകക്കാരുണ്ട്. കാരണം ഈ 3 പേരും കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വന്ന ആളുകളാണ്. ഈ നാട്ടിലുള്ളവരല്ല, ഈ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടേക്ക് മാറിയ ആൾക്കാരാണ്. പിന്നെ ആരും ശല്യമില്ലാത്ത ഒരു പീസ്ഫുൾ ഏരിയ ഉണ്ടത്. കാരണം ഇതേപോലെ പക്ഷികളൊക്കെ സൗണ്ടും കേട്ട് നല്ല വൈബിലിരിക്കുക ഇവിടെ. പക്ഷെ അധിക സമയം ഇവിടെ ഇരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ യാത്ര ചെയ്യണ സംഭവം ലേറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ യാത്ര തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. അപ്പോൾ ഇനിയും യെല്ലമലയ്ക്ക് എത്താൻ ഏകദേശം 12 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ റൂട്ടിൽ പറഞ്ഞാൽ 2-3 റൂട്ട് വേറെ ഉണ്ട്. അപ്പോൾ ഇതാണ് അവിടേക്കുള്ള സ്ട്രൈറ്റ് റൂട്ട്, ഏറ്റവും നല്ല റൂട്ട് ഇപ്പോൾ ഇതാണ്. മറ്റേ റൂട്ട് പറഞ്ഞാൽ ജീപ്പൊക്കെ പോകുന്നതാണ്. അതിൽ പോയാൽ 10 കിലോമീറ്ററൊക്കെ കുറഞ്ഞ് കിട്ടും. പക്ഷേ നമ്മൾ കാറിലോ ബൈക്കിലോ പോകുന്നവർക്ക് ആ റൂട്ട് അത്ര സേഫ് അല്ല. പിന്നെ ഇവിടെ ഇതേപോലെ ഒറ്റപ്പെട്ട ഒരുപാട് ഇതുണ്ട്, അതായത് ബസ് സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെ. കാരണം പൊതുവെ ആൾ കുറവായതുകൊണ്ട്, പക്ഷെ നല്ലൊരു വൈബും നല്ല ക്ലൈമറ്റുമാണ് ഇവിടെ. പിന്നെ അതേപോലെ തേയില, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേയില എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അവനും ഇതാണ് തേയിലേൻ്റെ ബിസിനസ്സാണ് അവർക്കുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ ചുരം കയറുമായിരുന്നു, ഇപ്പോൾ ഒരു ചെറിയ ചുരം ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ ഉള്ളൊരു ഒരു കുന്ന് കയറി ഇറങ്ങുന്ന പോലെയൊക്കെയാണ് അവിടേക്ക് എത്തേണ്ടത്. അത്യാവശ്യം നല്ലൊരു വൈബുള്ളൊരു സ്ഥലം തന്നെയാണ്. കാരണം എന്തായാലും യാത്ര ചെയ്യേണ്ട ഒരു അടിപൊളി ഏരിയ തന്നെയാണ് യെല്ലമല പറഞ്ഞ സ്ഥലം. ഇവിടേക്ക് പോകുമ്പോൾ അതേപോലെ 2-3 സ്ഥലത്തൊക്കെ ഒരു 3-4 പാലൊക്കെ ഞങ്ങൾ കണ്ടു. പക്ഷേ എല്ലാത്തും പൊതുവെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാഹനങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം എന്താ വെച്ചാൽ
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ സിഗ്നലില്ല, മൊബൈൽ സിഗ്നലില്ല. അപ്പോൾ രാത്രി കാലങ്ങളിൽ ഇതിൽ യാത്ര ചെയ്യണത് സേഫ് അല്ല. ഇനി വാഹനം കംപ്ലൈൻ്റ് ആകുകയോ അല്ലെങ്കിൽ മറ്റേ ആന ഇറങ്ങുന്ന സ്ഥലമാണ്, ആന ഇറങ്ങിയോ മറ്റു പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ഒരാളെ വിളിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു വാഹനത്തിന് കൈ കാണിക്കാനോ ഒന്നും പറ്റാത്തൊരു ഇതാണ്. കാരണം പൊതുവേ ഈ റൂട്ടിൽ വാഹനങ്ങൾ വളരെ കുറവാണ്, പകൽ പോലും കുറവാണ്. അപ്പോൾ രാത്രി തീരെ വാഹനങ്ങളുണ്ടാവില്ല. ലാസ്റ്റ് ബസ് എനിക്ക് തോന്നുന്നൊരു 9:30-ക്കൊക്കെയാണ് ഗൂഡല്ലൂരിൽ നിന്ന് ഇങ്ങോട്ടുള്ളത്. ബസ്സിനും നല്ലൊരു അടിപൊളി വൈബാണെന്ന് എല്ലാവരും പറഞ്ഞു. കാരണം ഏകദേശം ഗൂഡല്ലൂരിൽ നിന്ന് 20 രൂപ കൊടുത്താൽ പിന്നെ എല്ലാമലൊക്കെ എത്തും. ഇപ്പോൾ നമ്മൾ ഏകദേശം എല്ലാമല എത്താനായിട്ടുണ്ട്. അവിടുത്തെ ഒരു മുസ്ലിം പള്ളിയും കാര്യങ്ങളൊക്കെയാണിത്. ഇവിടെ എത്തുമ്പോൾ ഒരു ചെറിയ ടൗണാണ്, എന്നാലും ഹോസ്പിറ്റൽ കാര്യങ്ങളൊന്നും ഇല്ല, ഒരു ചെറിയ ക്ലിനിക്കൊക്കെ ഉണ്ട്. ഇവർ എന്തിനേയും ഗൂഡല്ലൂരാണ് ഇവരെ മെയിൻ ടൗൺ ആശ്രയിക്കുന്നത്. അത് ഇവിടുന്ന് എല്ലാമല നിന്ന് 24 കിലോമീറ്റർ ഉണ്ട് ഗൂഡല്ലൂർക്ക്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ ഫ്രണ്ടിൻ്റെ ആസിഫിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അവൻ്റെ ലോറികളും ജീപ്പൊക്കെയാണ്. ഇതൊക്കെ ഈ തേയില കൊണ്ടുപോകാനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അവരുടെ വീടിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന അടിപൊളി വ്യൂ ആണത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ സമയം ഞങ്ങളിപ്പോൾ എത്തിയപ്പോൾ 1 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 1 മണിക്കൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ജൂൺ മാസമാണ്, മഴ പെയ്യുന്ന ടൈമാണിത്. പക്ഷേ നമുക്ക് നല്ല ചൂട് അനുഭവിക്കണം. പക്ഷേ ഇവിടെ പറഞ്ഞാൽ ഇതേപോലെ കോട മൂടി അവരുടെ വീടിൻ്റെ മുന്നിൽ കൂടെ എപ്പോഴും സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണിത്. അടിപൊളി കേട്ടോ. ഇതെന്താ സംഭവടാ? കുയിമാടോ? ഹിന്ദുസിന്റെ ചില ഹിന്ദുസ് അത് നമ്മളൊരു അളാപ്പാന്റെ വീടാണ്, ഉപ്പാന്റെ അളാപ്പാന്റെ വീടാണ്. ഇതിന്റെ അളാപ്പാന്റെ വീട്. ഇങ്ങോട്ട് ഈ ജീപ്പ് തന്നെ നല്ല വെച്ചാ ഇതിന്റെ വേറെ അളാപ്പാന്റെ വീട്. പൊളിറ്റിക്സിലൊക്കെ ഒരു ഓഫ് റോഡ് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കണം നമ്മൾ. അപ്പോൾ ഈ ജീപ്പിൽ തേയില കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിരുന്നത്. ഇനിയിപ്പോൾ ഈ തേയിലൊക്കെ ലോറിയിലാക്കിയിട്ട് ഫാക്ടറിക്ക് കൊണ്ടുപോകും. അല്ല ഇവിടെ വന്ന ഇത് പറഞ്ഞാ ഇതെന്താ സംഭവം? മെഷീൻ അത് നമ്മളെ അപ്പുറത്തെ തോട്ടത്തേക്കല്ലേ ആനയും പൈക്കളൊന്നും കയറാതൊക്കെ ഈ എർത്തയിൽ പോണ് അതിലങ്ങനെ പോയി ഇങ്ങനെ പോയതാ. ആ പൈപ്പ് കറുപ്പ് പൈപ്പ് ഇതിനുള്ള കൂടെ ഒരൊറ്റ കമ്പി പോകും, അതിൽ കൂടെ പോകും. പിന്നെ സർവീസ് സെന്റർ ഇത് വെള്ളം വണ്ടി കഴിക്കാന് വണ്ടി നാട്ടിലത്തെ സർവീസ് സെന്ററിന്റെ അതേ വരികയാണെങ്കിൽ ഞങ്ങൾ 2 ബൈക്ക്. പക്ഷെ അതല്ല രസം, ഇതാണ് സംഭവം അല്ലേ? ഒരു വർക്ക്ഷോപ്പിൽ എല്ലാ സാധനം നമുക്ക് അടിയിലൊക്കെ വണ്ടി ചെക്ക് ചെയ്യാനും അടി കഴുകാനൊക്കെ ഞങ്ങൾ ഉപയോഗിക്കും. അതിനനുസരിച്ച് എല്ലാത്തിനും അടിയിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ. ഇത് വാട്ടർ സ്റ്റോറേജ്. ബുറാക്ക് ഇത് നമ്മളെ ചോലക്കൽ. ഇത് 4x4 പടക്കുതിര. വർക്കിലാണ് കാര്യം. ആ ബാക്കിൽ എന്താ സീറ്റ് ഇല്ലാത്ത? ആ സാധനം കൊണ്ടുപോകാൻ വേണ്ടിട്ട് കയറല്ലേ? എടുക്കണേ എല്ലാ വറക് എല്ലാ സാധനം അടിക്കും. മഴ ഉണ്ട് നേരത്തെ. 6-7 ബൈക്ക് അല്ല 25. കോഴിക്കോടാണത്? ഇത് കോഴിക്കോടാ? കോഴിക്കോടാ? അതല്ല കോഴിക്കോട് മുട്ടണ്ടതാണ്. അതിന്റെ ഉള്ളില് താറാവ് കാഷ്ടണ്ടോ? യാ അത് തുമ്പിക്കോയി.
എന്താ അവിടെ ഫുള്ള് കൃഷിയില്ലേ? മൊത്തം നിങ്ങളവിടെ ഒരു മത്സ്യക്കൊയ്ത്ത് കിടക്കല്ലേ? അവിടെ എവിടെ കളിയാവിലെ എവിടെ അവിടേക്ക് വരുന്നുണ്ട്. ഞങ്ങൾ മൊത്തം ഒഴിവാക്കിയിട്ട് വേറെ മീനിനെ കൊടുക്കുന്നുണ്ടല്ലോ പരിപാടി. അവിടെ എന്താ ശിവ? ഏത് അങ്ങോട്ടെന്താ? ഇങ്ങോട്ട് ഏലം നടാം. അവിടെ ഇവിടെ ഇതൊക്കെ ചായത്തോട്ടേ അതൊക്കെ ഒഴിവാക്കിയപ്പോ ഏലം നടല്ല പരിപാടി. നിങ്ങളെ നാട്ടിലെ കാപ്പി ഉണ്ടോ? നിങ്ങളെ നാട്ടിലെ കാപ്പി ഉണ്ടോ? കാപ്പില്ലല്ലോ, ഉണ്ടാവില്ല. നിങ്ങളെ നാട്ടിലെ കാപ്പി ഇല്ല. ഇതാണ് കാപ്പി കേട്ടോ. പിന്നെയാണ് കാപ്പി ഉണ്ടാവുക. ഇപ്പോൾ കണ്ടോ ചെറിയ ചെറിയ മണി അത് കഴിഞ്ഞ് വരുന്ന ഡിസംബർ ആകുമ്പോഴത്തേന് കാപ്പി കുരുവായി മാറും. ഇത് നിങ്ങളെ തൊടുന്നെ? ആ ഇത് നമ്മളുടെ അതതിനാ ഗേറ്റ്. ഇത് എത്ര ഏക്കറുണ്ട്? ഇത് വീട് അടക്കത് ഒരേക്കറാണ്. അവിടെ അവിടെ ഉണ്ട് നമുക്ക് തോട്ടം. അവിടെ വേറെ തോട്ടം ഉണ്ടോ? ഇത് ഇപ്പൊ ഇമ്മമാന്റെ ചെറിയ ആങ്ങളുടെ പേരാണ്. അല്ല അവിടെ തോട്ടമുണ്ട് ഇനി അങ്ങോട്ട് തോട്ടമുണ്ടോ? അങ്ങോട്ട് തോട്ടമുണ്ട്. അതിന് ഇതിൽ കൂടെ പോയിട്ട് ഗേറ്റ്. ആ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം അല്ലേ? കുറച്ച് കഴിഞ്ഞിട്ടേ തോട്ടം കാണാൻ പോവാറ്. ചോറ് വെച്ചിട്ടാണ്. ഇതാണ് ഇത് അതിൻ്റെ അടയാളം വെച്ചിട്ടാണ് ഏലം നടാറ്. ഏത്? ഈ അടയാളം. ആ ആ ആ എന്താണ് ഈ കാപ്പി? ഇത് കാപ്പി എപ്പോഴാകുക പറിച്ചാന്? ഡിസംബറൊക്കെ ആകുമ്പോഴത്തേന് കൊല്ലത്തിലുണ്ടാകുക? കൊല്ലത്തിൽ ഒരിക്കലേ ഉണ്ടാവുള്ളൂ. ഇതിന് മുന്നത്തെ ഫസ്റ്റ് മഴയല്ലേ, ആ മഴ കൊള്ളുമ്പോൾ ഇതിനൊക്കെ ഒരു പൂവിടും. അപ്പോൾ ഭയങ്കര സ്മെല്ലാണ്. നല്ല ഒരു എന്താ സെറ്റപ്പ് ആയിട്ടുള്ളൊരു മണമാണ്. മുല്ലപ്പൂവൊക്കെ പോലെ ഉണ്ടാവും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു വെള്ളം കൂടെ ഒരു മഴയും കൂടെ പെയ്യുമ്പോൾ ഈ പൂവുണ്ടല്ലോ, ഇതൊക്കെ ആ പൂവ് കഴിഞ്ഞു അതൊക്കെ കണ്ട് കരിയും. കരിഞ്ഞിട്ട് അതൊക്കെ കായായി മാറും. പിന്നെ ആ കായ് ഇത് കുറെ തോട്ടമുണ്ടോ? ഇതിന്റെ തോട്ടം കുറെ ഉണ്ടോ കാപ്പിന്റെ? തോട്ടാണ് നമുക്ക് താഴെയുള്ളതും. പിന്നെ അപ്പുറത്ത് ഒരു അത് ഒരു ഇതെടുത്ത് പോവല്ലേ ചപ്പ്? അത് ഈ തോട്ടത്തെ ഈ ഇതുണ്ടല്ലോ, ഈ തോട്ടത്തിൽ ചപ്പ ഇന്നലെ ഉണ്ടായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നു. അതിപ്പോ മാസത്തിൽ ഇതിപ്പോ മഴയൊക്കെ ഉള്ളതായോണ്ട് ഒരു 300-400 കിലോ ചപ്പ്.